യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 33-ാം അധ്യായം. സഹായത്തിന് അപേക്ഷ. നശിപ്പിക്കപ്പെടാതിരിക്കെ മറ്റുള്ളവരെ നശിപ്പിക്കുകയും വഞ്ചിക്കപ്പെടാതിരിക്കെ വഞ്ചിക്കുകയും ചെയ്തവനെ, നിനക്ക് ദുരിതം. നീ നശിപ്പിച്ചു കഴിയുമ്പോൾ നിന്റെ നാശം സംഭവിക്കും. നിന്റെ വഞ്ചന തീരുമ്പോൾ നീ വഞ്ചിക്കപ്പെടും. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഓരോ പ്രഭാതത്തിലും ഞങ്ങളുടെ കരവും കഷ്ടതയുടെ കാലത്ത് ഞങ്ങളുടെ രക്ഷയുമായിരിക്കണമേ. ഇടിമുഴക്കം പോലുള്ള നാദത്തിൽ ജനതകൾ ഓടുന്നു. അങ്ങ് എഴുന്നേൽക്കുമ്പോൾ ജനതകൾ ചിതറിപ്പോകും. കമ്പിളിപ്പുഴി തിന്നുകൂട്ടുന്നത് പോലെ കൊള്ള മുതൽ വാരിക്കൂട്ടും. വെട്ടുകിളികളെ പോലെ അവർ അതിന്മേൽ ചാടി വീഴും. കർത്താവ് പുകഴ്ത്തപ്പെടുന്നു. അവിടുന്ന് ഉന്നതത്തിൽ വസിക്കുന്നു. അവിടുന്ന് സിയോനെ നീതിയും ധർമ്മനിഷ്ഠയും കൊണ്ട് നിറയ്ക്കും. അവിടുന്നാണ് നിന്റെ ആയുസ്സിൻ്റെ ഉറപ്പ്. രക്ഷയുടെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും സമൃദ്ധി അവിടുന്ന് തന്നെ. അവിടുന്ന് നൽകുന്ന സമ്പത്ത് ദൈവഭക്തിയാണ്. അതാ വീരന്മാർ പുറത്തുനിന്ന് നിലവിളിക്കുന്നു. സമാധാന ദൂതന്മാർ കൈപ്പോടെ കരയുന്നു. രാജവീഥികൾ ശൂന്യമായി കിടക്കുന്നു. പഥികൻ അതിലെ നടക്കുന്നില്ല. ഉടമ്പടികൾ ലംഘിക്കപ്പെടുന്നു. സാക്ഷികൾ വെറുക്കപ്പെടുന്നു. മനുഷ്യരെക്കുറിച്ച് യാതൊരു പരിഗണനയും ഇല്ലാതായിരിക്കുന്നു. ദേശം ദുഃഖിച്ചു കരയുന്നു. ലബനോൻ ലജ്ജയാൽ തളരുന്നു. ഷാരോൻ മരുഭൂമി പോലെയായി. ബാശാനും കാർമലും തങ്ങളുടെ ഇല കൊഴിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. ഞാൻ എന്നെ തന്നെ ഉയർത്തും. ഇപ്പോൾ എനിക്ക് പുകഴ്ച ലഭിക്കും. നീ പതിരിനെ ഗർഭം ധരിച്ച് വൈക്കോലിനെ പ്രസവിക്കും. നിന്റെ നിശ്വാസം നിന്നെ തന്നെ ദഹിപ്പിക്കുന്ന അഗ്നിയായിരിക്കും. ജനതകളെ കുമ്മായം പോലെ നീറ്റും. അവർ വെട്ടി അഗ്നിയിലിടുന്ന മുള്ളുപോലെയാണ്. വിദൂരസ്ഥരെ, ഞാൻ എന്താണ് പ്രവർത്തിച്ചതെന്ന് ശ്രവിക്കുവിൻ. സമീപസ്ഥരെ, എൻ്റെ ശക്തി അറിഞ്ഞുകൊള്ളുവിൻ. സിയോനിലെ പാപികൾ പരിഭ്രാന്തരായിരിക്കുന്നു. അധർമ്മികളെ വിറയൽ ഗ്രസിച്ചിരിക്കുന്നു. നമ്മിൽ ആർക്ക് ദഹിപ്പിക്കുന്ന അഗ്നിയോടൊപ്പം വസിക്കാനാവും? നിത്യജ്വാലയിൽ നമ്മിൽ ആർക്ക് ജീവിക്കാൻ കഴിയും? നീതിയുടെ മാർഗത്തിൽ ചരിക്കുകയും സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, മർദ്ദനം വഴിയുള്ള നേട്ടം വെറുക്കുന്നവൻ, കൈക്കൂലി വാങ്ങാതിരിക്കാൻ കൈ കുടയുന്നവൻ, രക്തച്ചൊരിച്ചിലിനെ പറ്റി കേൾക്കാതിരിക്കാൻ ചെവി പൊത്തുന്നവൻ, തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ, അവൻ ഉന്നതങ്ങളിൽ വസിക്കും. ശിലാദുർഗങ്ങളാൽ അവൻ പ്രതിരോധമുറപ്പിക്കും. അവൻ്റെ ആഹാരം മുടങ്ങുകയില്ല. അവന് ദാഹജലം കിട്ടുമെന്ന് തീർച്ച. രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടു കൂടി നിന്റെ കണ്ണുകൾ ദർശിക്കും. വിദൂരത്തേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഒരു ദേശവും അവ കാണും. ഒരിക്കൽ നിന്നെ ഭയപ്പെടുത്തിയിരുന്ന കാര്യങ്ങളെക്കുറിച്ച് നീ ഓർക്കും. എണ്ണിയവൻ എവിടെ? കപ്പം തൂക്കം നോക്കിയവൻ എവിടെ? ഗോപുരങ്ങൾ എണ്ണി നോക്കിയവൻ എവിടെ? ദുർഗ്രഹ ഭാഷ സംസാരിക്കുന്ന, മനസ്സിലാകാത്ത ഭാഷയിൽ വിക്കി വിക്കി പറയുന്ന ഗർവിഷ്ഠരെ നീ ഇനിമേൽ കാണുകയില്ല. നമ്മുടെ ഉത്സവങ്ങളുടെ നഗരമായ സിയോനെ നോക്കുവിൻ. പ്രശാന്ത വസതിയും ഇളക്കമില്ലാത്ത കൂടാരവുമായ ജെറുസലേമിനെ നിന്റെ കണ്ണുകൾ ദർശിക്കും. അതിൻ്റെ കുറ്റി പിഴുതെടുക്കുകയോ കയറ് പൊട്ടിക്കുകയോ ഇല്ല. അവിടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രതാപത്തോടെ വാഴും. തണ്ടുവള്ളങ്ങളും പ്രൗഢിയാർന്ന കപ്പലുകളും കടന്നു വരാത്ത വിസ്തൃതമായ നദികളും തോടുകളും ഏറെയുള്ള സ്ഥലമായിരിക്കും അത്. കർത്താവ് ഞങ്ങളുടെ ന്യായാധിപനാകുന്നു. അവിടുന്ന് ഞങ്ങളുടെ ഭരണാധിപനും രാജാവുമാകുന്നു. അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കും. നിന്റെ കയറുകൾ അയഞ്ഞിരിക്കുന്നു. പാമരം ഉറപ്പിക്കാനും പായ് വിരിച്ചു നിർത്താനും അതിനാവുകയില്ല. സമൃദ്ധമായ കൊള്ള മുതൽ പങ്കിടും. മുടന്തനും കൊള്ളവസ്തു കിട്ടും. അവിടുത്തെ നിവാസികളിൽ ആരും താൻ രോഗിയാണെന്ന് പറയുകയില്ല. അവരുടെ അകൃത്യങ്ങൾക്ക് മാപ്പ് ലഭിക്കും. 34-ാം അധ്യായം. ഏദോമിന് നാശം. ജനതകളെ, ജനപദങ്ങളെ, അടുത്തു വരുവിൻ. ശ്രദ്ധിച്ചു കേൾക്കുവിൻ. ഭൂമിയും അതിലുള്ളവയും ശ്രവിക്കട്ടെ. ലോകവും അതിൽ നിന്ന് പുറപ്പെടുന്നവയും ശ്രദ്ധിക്കട്ടെ. എല്ലാ ജനതകളുടെയും നേരെ കർത്താവ് കോപിച്ചിരിക്കുന്നു. അവരുടെ സർവ്വസൈന്യങ്ങളുടെയും നേരെ അവിടുത്തെ കോപം ആഞ്ഞടിക്കുന്നു.
അവിടുന്ന് അവരെ വിധിച്ചിരിക്കുന്നു. അവരെ കൊലക്കേൽപ്പിച്ചിരിക്കുന്നു. അവരുടെ വധിക്കപ്പെട്ടവർ വലിച്ചെറിയപ്പെടുകയും മൃതശരീരത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുകയും ചെയ്യും. പർവ്വതങ്ങളിൽ അവരുടെ രക്തമൊഴുകും. ആകാശ സൈന്യങ്ങൾ തകർന്നു നശിക്കും. ആകാശത്തെ ചുരുൾ പോലെ തെറുക്കും. മുന്തിരിച്ചെടിയിൽ നിന്നും അത്തിമരത്തിൽ നിന്നും ഇല കൊഴിയുന്നതുപോലെ അവരുടെ സൈന്യങ്ങൾ വീണുപോകും. എന്തെന്നാൽ എൻ്റെ വാൾ ആകാശങ്ങളിൽ വച്ച് മതിയാവോളം പാനം ചെയ്തിരിക്കുന്നു. ഏദോമിൻ്റെ മേൽ ഞാൻ നാശത്തിന് വിധിച്ചിരിക്കുന്ന ജനതയുടെ മേൽ ശിക്ഷ നടപ്പാക്കാൻ ഇതാ അത് ഇറങ്ങി വരുന്നു. കർത്താവിനൊരു വാളുണ്ട്. രക്തം കുടിച്ച് അതിന് മതിയായിരിക്കുന്നു. അത് മേധസ് ഭക്ഷിച്ച് ചെടിച്ചിരിക്കുന്നു. കുഞ്ഞാടുകളുടെയും കോലാടുകളുടെയും രക്തം കൊണ്ടും മുട്ടാടുകളുടെ വൃക്കകളിലെ കൊഴുപ്പ് കൊണ്ടും തന്നെ. എന്തെന്നാൽ കർത്താവിന് ബൊസ്രായിൽ ഒരു ബലിയും ഏദോമിൽ ഒരു മഹാസംഹാരവുമുണ്ട്. അവയോടുകൂടെ കാട്ടുപോത്തുകളും കാളക്കുറ്റന്മാരോടൊപ്പം കാളക്കുട്ടികളും വീഴും. അവരുടെ ദേശം രക്തം കൊണ്ട് കുതിരും. അവരുടെ മണ്ണ് കൊഴുപ്പ് കൊണ്ട് ഫലപുഷ്ടിയുള്ളതാകും. കർത്താവിന് പ്രതികാരത്തിൻ്റെ ദിനവും സിയോനു വേണ്ടി പകരം വീട്ടുന്ന ഒരു വത്സരവുമുണ്ട്. ഏദോമിലെ നദികൾ കീലും അവളുടെ മണ്ണ് ഗന്ധകവും അവളുടെ ദേശം കത്തുന്ന കീലുമായി മാറും. രാവും പകലും അത് കെടാതെ എരിയും. അതിൻ്റെ പുക എന്നും ഉയർന്നുകൊണ്ടിരിക്കും. തലമുറകളോളം അത് ശൂന്യമായി കിടക്കും. ആരും ഇനി ഒരിക്കലും അതിലൂടെ കടന്നു പോവുകയില്ല. കഴുകനും മുള്ളൻ പന്നിയും അത് കൈവശമാക്കും. മൂങ്ങയും മലങ്കാക്കയും അവിടെ വസിക്കും. അവിടുന്ന് സംഭ്രാന്തിയുടെ ചരടുകൊണ്ട് അതിനെ അളക്കും. ശൂന്യതയുടെ തൂക്കുകട്ട അതിൻ്റെ കുലീനന്മാരുടെ മേൽ തൂക്കും. അത് ഒരു രാജ്യമല്ലാതാകും. അവരുടെ രാജാക്കന്മാർ ശൂന്യതയിൽ ലയിക്കും. അതിൻ്റെ കോട്ടകളിൽ മുൾച്ചെടി വളരും. അതിൻ്റെ ദുർഗങ്ങളിൽ തൂവയും ഞെരിഞ്ഞിലും മുളയ്ക്കും. അത് കുറുക്കന്മാരുടെ സങ്കേതവും ഒട്ടകപ്പക്ഷികളുടെ താവളവും ആകും. കാട്ടുപൂച്ചയും കഴുതപ്പുലിയും ഏറ്റുമുട്ടും. കാട്ടാടുകൾ പരസ്പരം പോരിനു വിളിക്കും. രാത്രിയിൽ ദുർമന്ത്രവാദിനി അവിടെ ഇറങ്ങി വിശ്രമസങ്കേതം കണ്ടെത്തും. അവിടെ മൂങ്ങ കൂടുകെട്ടി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ച് ചിറകിൻ കീഴിൽ അവയെ പോറ്റും. അവിടെ പരുന്തുകൾ ഇണയോടൊത്ത് വിഹരിക്കും. കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക. ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. എന്തെന്നാൽ കർത്താവിൻ്റെ അധരങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അവയെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരിക്കുന്നു. അവിടുന്ന് അവയ്ക്ക് വേണ്ടി നറുക്കിട്ടു. അവിടുത്തെ കരം ചരടുകൊണ്ട് അളന്നു തിരിച്ച് അത് അവയ്ക്ക് നൽകിയിട്ടുണ്ട്. അവ എന്നേക്കുമായി അത് കൈവശമാക്കും. തലമുറകളോളം അവ അതിൽ വസിക്കും. 35-ാം അധ്യായം. ഐശ്വര്യപൂർണമായ ഭാവി. വിജനദേശവും വരണ്ട പ്രദേശവും സന്തോഷിക്കും. മരുഭൂമി ആനന്ദിക്കുകയും പുഷ്പിക്കുകയും ചെയ്യും. കുങ്കുമച്ചെടി പോലെ സമൃദ്ധമായി പൂവിട്ട് അത് പാടി ഉല്ലസിക്കും. ലെബനോന്റെ മഹത്വവും കാർമലിൻ്റെയും ഷാരോന്റെയും പ്രതാപവും അതിന് ലഭിക്കും. അവ കർത്താവിൻ്റെ മഹത്വം, നമ്മുടെ ദൈവത്തിൻ്റെ പ്രതാപം ദർശിക്കും. ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവിൻ. ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുവിൻ. ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരം ചെയ്യാൻ വരുന്നു. ദൈവത്തിൻ്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും. അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും. ബധിരരുടെ ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ല. അപ്പോൾ മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും. മൂകന്റെ നാവ് സന്തോഷത്തിൻ്റെ ഗാനമുതിർക്കും. വരണ്ട ഭൂമിയിൽ ഉറവകൾ പൊട്ടിപ്പുറപ്പെടും. മരുഭൂമിയിലൂടെ നദികൾ ഒഴുകും. തപിച്ച മണലാരണ്യം ജലാശയമായി മാറും. ദാഹിച്ചിരുന്ന ഭൂമി അരുവികളായി മാറും. കുറുനരികളുടെ പാർപ്പിടം ചതുപ്പ് നിലമാകും. പുല്ലും ഞാങ്ങണയും കോരപ്പുല്ലുമായി പരിണമിക്കും. അവിടെ ഒരു രാജവീഥി ഉണ്ടായിരിക്കും. വിശുദ്ധ വീഥി എന്ന് അത് വിളിക്കപ്പെടും. അശുദ്ധർ അതിലൂടെ കടക്കുകയില്ല. ഭോഷർക്ക് പോലും അവിടെ വഴിതെറ്റുകയില്ല. അവിടെ സിംഹമുണ്ടായിരിക്കുകയില്ല. ഒരു ഹിംസ്രജന്തുവും അവിടെ പ്രവേശിക്കുകയില്ല. അവയെ അവിടെ കാണുകയില്ല. രക്ഷിക്കപ്പെട്ടവർ മാത്രം അതിലൂടെ സഞ്ചരിക്കും. കർത്താവിൻ്റെ വീണ്ടെടുക്കപ്പെട്ടവർ തിരിച്ചു വരികയും ഗാനാലാപത്തോടെ സിയോനിൽ പ്രവേശിക്കുകയും ചെയ്യും. നിത്യമായ സന്തോഷത്തിൽ അവർ മുഴുകും.
അവർ സന്തോഷിച്ചുല്ലസിക്കും. ദുഃഖവും നെടുവീർപ്പും അകന്നുപോകും. 36-ാം അധ്യായം. സെന്നാകെരിബിൻ്റെ ആക്രമണം. ഹിസക്കിയ രാജാവിൻ്റെ 14-ാം ഭരണവർഷം അസീറിയ രാജാവായ സെന്നാകെരിബ് യൂദായിലെ സുരക്ഷിത നഗരങ്ങളെല്ലാം ആക്രമിച്ചു പിടിച്ചടക്കി. അസീറിയ രാജാവ് ലാക്കിഷിൽ നിന്ന് റബ്ശക്കയെ ഒരു വലിയ സൈന്യത്തോടൊപ്പം ജെറുസലേമിൽ ഹെസക്കിയ രാജാവിൻ്റെ നേർക്ക് അയച്ചു. അവൻ അലക്കുകാരൻ്റെ വയലിലേക്കുള്ള പെരുവഴിയിലുള്ള മേൽക്കളത്തിൻ്റെ ചാലിനരികെ നിലയുറപ്പിച്ചു. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് ഹിൽക്കിയായുടെ പുത്രനായ എലിയാക്കിം എന്ന കൊട്ടാരം വിചാരിപ്പുകാരനും ഷെബ്ന എന്ന കാര്യവിചാരകനും ആസാഫിൻ്റെ പുത്രനായ യോവാഹ് എന്ന ദിനവൃത്താന്ത ലേഖകനും ചെന്നു. റബ്ശക്കെ അവരോട് പറഞ്ഞു, ഹെസക്കിയായോട് പറയുക, മഹാനായ അസീറിയ രാജാവ് പറയുന്നു, നിന്റെ ആത്മധൈര്യത്തിൻ്റെ അടിസ്ഥാനമെന്ത്? വെറും വാക്ക് യുദ്ധതന്ത്രവും യുദ്ധത്തിൻ്റെ ശക്തിയുമാകുമെന്ന് നീ വിചാരിക്കുന്നുവോ? എന്നെ എതിർക്കാൻ തക്കവിധം നീ ആരിലാണ് ആശ്രയിക്കുന്നത്? ഈജിപ്തിനെയാണ് നീ ഇപ്പോൾ ആശ്രയിക്കുന്നത്. ഊന്നി നടക്കുന്നവൻ്റെ ഉള്ളം കൈയിൽ തുളച്ചു കയറുന്ന പൊട്ടിയ ഓടത്തണ്ടിന് തുല്യമാണത്. ഈജിപ്ത് രാജാവായ ഫറവോ തന്നെ ആശ്രയിക്കുന്നവന് അത്തരത്തിലുള്ളവനാണ്. ഞങ്ങളുടെ ദൈവമായ കർത്താവിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് എന്ന് നീ എന്നോട് പറഞ്ഞാൽ, നിങ്ങൾ ഈ ബലിപീഠത്തിന് മുൻപിൽ മാത്രം ആരാധന നടത്തിയാൽ മതി എന്ന് യൂദായോടും ജെറുസലേമിനോടും പറഞ്ഞുകൊണ്ട് അവിടുത്തെ പൂജാഗിരികളും ബലിപീഠങ്ങളുമല്ലേ ഹെസക്കിയ നശിപ്പിച്ചത്? എൻ്റെ യജമാനനായ അസീറിയ രാജാവുമായി പന്തയം വയ്ക്കുക. നിനക്ക് വേണ്ടത്ര കുതിരപ്പടയാളികൾ ഉണ്ടെങ്കിൽ ഞാൻ 2000 കുതിരകളെ തരാം. രഥങ്ങൾക്കും കുതിരപ്പടയാളികൾക്കും വേണ്ടി ഈജിപ്തിനെ ആശ്രയിക്കുന്ന നിനക്ക് എൻ്റെ യജമാനൻ്റെ ഏറ്റവും ചെറിയ ദാസന്മാരിൽപ്പെട്ട ഒരു സേനാനായകനെയെങ്കിലും തിരിച്ചോടിക്കാൻ കഴിയുമോ? കർത്താവിൻ്റെ സഹായമില്ലാതെയാണോ ഈ ദേശത്തെ നശിപ്പിക്കാൻ വേണ്ടി ഞാൻ പുറപ്പെട്ടിരിക്കുന്നത്? കർത്താവ് എന്നോട് അരുളി ചെയ്തു, ഈ ദേശത്തിന് നേരെ ചെന്ന് അതിനെ നശിപ്പിക്കുക. അപ്പോൾ എലിയാക്കിമും ഷെബ്നായും യോവാഹും കൂടി റബ്ശക്കയോട് പറഞ്ഞു, നിന്റെ ദാസന്മാരോട് ദയവായി അരമായ ഭാഷയിൽ സംസാരിക്കുക, ഞങ്ങൾക്ക് അത് മനസ്സിലാകും. കോട്ടയുടെ മുകളിലുള്ള ജനം കേൾക്കെ ഞങ്ങളോട് ഹെബ്രായ ഭാഷയിൽ സംസാരിക്കരുത്. റബ്ശക്കെ മറുപടി പറഞ്ഞു, സ്വന്തം വിസർജന വസ്തുക്കൾ തിന്നാനും കുടിക്കാനും നിന്നോടൊപ്പം വിധിക്കപ്പെട്ടിരിക്കുന്ന കോട്ടയുടെ മുകളിലിരിക്കുന്ന ജനത്തോടല്ലാതെ നിന്നോടും നിന്റെ യജമാനനോടും ഈ വാക്കുകൾ പറയാനാണോ എൻ്റെ യജമാനൻ എന്നെ അയച്ചിരിക്കുന്നത്? അനന്തരം റബ്ശക്കെ എഴുന്നേറ്റ് നിന്ന് ഹെബ്രായ ഭാഷയിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു, മഹാനായ അസീറിയ രാജാവിൻ്റെ വാക്കുകൾ ശ്രവിച്ചാലും. രാജാവ് പറയുന്നു, ഹെസക്കിയ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. നിങ്ങളെ രക്ഷിക്കാൻ അവന് കഴിയുകയില്ല. നിശ്ചയമായും കർത്താവ് നമ്മെ രക്ഷിക്കും. ഈ നഗരം അസീറിയ രാജാവിൻ്റെ പിടിയിൽ അമരുകയില്ല എന്ന് പറഞ്ഞ് കർത്താവിൽ ആശ്രയിക്കാൻ ഹെസക്കിയ നിങ്ങൾക്ക് ഇടയാക്കാതിരിക്കട്ടെ. നിങ്ങൾ ഹെസക്കിയായുടെ വാക്ക് ശ്രദ്ധിക്കരുത്. അസീറിയ രാജാവ് പറയുന്നു, സമാധാന ഉടമ്പടി ചെയ്ത് നിങ്ങൾ എൻ്റെ അടുത്ത് വരുവിൻ. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തം മുന്തിരിയിൽ നിന്നും അത്തിവൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കുന്നതിനും സ്വന്തം തൊട്ടിയിൽ നിന്ന് കുടിക്കുന്നതിനും ഇടവരും. ഞാൻ വന്ന് നിങ്ങളുടേതുപോലുള്ള ഒരു നാട്ടിലേക്ക്, ധാന്യങ്ങളുടെയും വീഞ്ഞിൻ്റെയും നാട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത് വരെ നിങ്ങൾ അങ്ങനെ കഴിയും. കർത്താവ് നമ്മെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് ഹെസക്കിയ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഏതെങ്കിലും ജനതയുടെ ദേവൻ അസീറിയ രാജാവിൻ്റെ കയ്യിൽ നിന്ന് സ്വന്തം ജനത്തെ രക്ഷിച്ചിട്ടുണ്ടോ? ഹാമാത്തിൻ്റെയും അർപ്പാഗിൻ്റെയും ദേവന്മാരെവിടെ? സെഫാർവൈമിൻ്റെ ദേവന്മാരെവിടെ? സമരിയായെ എൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാൻ അവർക്ക് സാധിച്ചോ? ഈ രാജ്യങ്ങളിലെ ദേവന്മാരിൽ ആരാണ് തങ്ങളുടെ രാജ്യങ്ങളെ എൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചിട്ടുള്ളത്? ജെറുസലേമിനെ എൻ്റെ കയ്യിൽ നിന്ന് കർത്താവ് രക്ഷിക്കുമെന്ന് പിന്നെ എങ്ങനെ കരുതാം? ജനം അവനോട് മറുപടിയൊന്നും പറഞ്ഞില്ല. എന്തെന്നാൽ അവരോട് മറുപടി പറയരുതെന്ന് രാജാവ് കൽപ്പിച്ചിരുന്നു. അപ്പോൾ ഹിൽക്കിയായുടെ പുത്രനും കൊട്ടാരം വിചാരിപ്പുകാരനുമായ എലിയാക്കിമും കാര്യവിചാരകനായ ഷെബ്നായും ആസാഫിൻ്റെ പുത്രനും ദിനവൃത്താന്ത ലേഖകനുമായ യോവാബും ഹെസക്കിയായുടെ അടുത്ത് മടങ്ങി വന്ന് വസ്ത്രം കീറിക്കൊണ്ട്
റബ്ഷക്കയുടെ വാക്കുകൾ അറിയിച്ചു.